നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏകദേശം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കാലയളവ് ഇത്രത്തോളം വരുമ്പോൾ വലിയ തരത്തിൽ ഇൻ്റർനെറ്റ് ഒരു മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു സത്യാവസ്ഥ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2020 സുപ്രീം കോടതി വിധിയിൽ അനുരാധ ബാസിൻവാസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. അത് അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19(1)(a) പ്രകാരവും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 1(1)(g) പ്രകാരവും ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലികാവകാശങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ കൃത്യമായി അത് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. കോടതിക്ക് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ സുരക്ഷയും മറ്റു മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് കട്ടിങ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലോകത്ത് ഇത്രയോളം വലിയൊരു ഇൻ്റർനെറ്റ് കട്ടിങ് ഉണ്ടായ മറ്റൊരു രാജ്യം വേറെ ഇല്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് ഏകദേശം 213 ദിവസമാണ് കാശ്മീരിൽ ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടത്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്രയേറെ ദിവസം ഒരു ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് കടന്നോട് പോകുന്നത്. അത് 5G കൂടി, അക്കാലത്ത് 4G ഡിസ്കണക്ട് കൂടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 552 ദിവസം, അതായത് ഒരു വർഷത്തിന് മുകളിൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് പൂർണ്ണമായും ഈ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ കട്ടാക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഏത് സർക്കാരിൻ്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് സർക്കാരാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തത് എന്നുള്ളത്. 2014 മോദി സർക്കാർ ഭരണത്തിലെത്തിയ ശേഷം ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ കാരണങ്ങൾ പലവട്ടം ഇന്ന് ഡൽഹിയിൽ നടന്നു. ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഏകദേശം 1.5 വർഷത്തോളമാണ് കാശ്മീരിൽ ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടത്. ഇത് കാശ്മീർ മാത്രം ഒരു ഉദാഹരണമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 വംശീയ കലാപം നടന്ന മണിപ്പൂരിലും ഈ പറഞ്ഞ പോലെ ഏകദേശം 142 ദിവസങ്ങളായിട്ടാണ് ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടത്. അതുകൂടാതെ പിന്നീട് ഈ പറഞ്ഞ പോലെ 222 ദിവസം എക്സ്ട്രാ ആയും. അപ്പോൾ ഇത്തരത്തിൽ പലവട്ടം ഇവിടെ മാത്രമല്ല ഡൽഹിയിലും അസ്സാമിലും 2019 കാലഘട്ടത്തിൽ CAA NRC വിഷയം ബന്ധപ്പെട്ട് ഒരുപാട് ദിവസം ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടിരുന്നു. ഇത് മാത്രമല്ല ഹരിയാനയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും അസമിലും BJP കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ അവർ പറയുന്നത് രാജ്യസുരക്ഷയും കാരണങ്ങളും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശം അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് പുറത്തുള്ള ഒരു രാജ്യക്കാർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരിൻ്റെ വിഷയം അല്ലെങ്കിൽ അസമിലെ വിഷയം അസം മാത്രം എടുക്കാം. നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മെയ്ത്തി ഹുക്കി തമ്മിലുള്ള പ്രശ്നത്തിൽ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നടക്കില്ല. എത്ര പള്ളികൾ കത്തിക്കപ്പെട്ടു എന്നോ, എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നോ, ഒരുപാട് വീടുകൾ പച്ചക്ക് കത്തിക്കുന്നു, ആൾക്കാരെ മേത്ത് തീ കൊളുത്തി അവർ തീയിലൂടെ ഓടുന്ന ഫോട്ടോസും വീഡിയോസും ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കണ്ടതാണ്. അന്നടക്കം മോദി സർക്കാർ മൗനം പാലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു ഏകാധിപത്യ പ്രവണതയിലോട്ട് 2026 എത്തുമ്പോൾ രാജ്യം കടക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിലും ഈ പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് സമയം ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുന്നു. ഇനിയിപ്പോൾ ദിവസങ്ങളോളം ഈ സമരം കഴിയുന്നത് വരെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. കാരണം ഡൽഹിയിൽ പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് വിച്ഛേദിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹി ആയതുകൊണ്ട് തന്നെ, ഭരണസിരാ കേന്ദ്രം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ എവിടെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലോട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരിലോട്ടും മാധ്യമങ്ങളിലോട്ടും എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും BJP സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇക്കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഈ കലാപം മറ്റു ഭാഗങ്ങളിലേക്ക് പകർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് വേറെ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്നുള്ളത്. പക്ഷെ മറുവശത്ത് ഈ പറഞ്ഞ പോലെ അസമിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശ്മീരിലാണെങ്കിൽ ഏകദേശം 1.5 വർഷത്തോളമാണ് അവിടെ ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടത്. അതും ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ മോദി സർക്കാരിൻ്റെ കാലത്താണ്. അപ്പം പലപ്പോഴും പല ആളുകളും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടുണ്ട്. നമുക്കറിയാം 1975 പ്രശ്നങ്ങളെല്ലാവരും അടിയന്തരാവസ്ഥ പ്രശ്നവും അവിടുത്തെ കലാപവും കലാപകലുഷിതമായ പല കാര്യങ്ങളും നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപതി അല്ലെങ്കിൽ സ്വേച്ഛാധിപതി എന്നെല്ലാവരും പല നേതാക്കന്മാരും പരാമർശിക്കുമ്പോൾ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഒരു സ്വേച്ഛാധിപതിയും ഏകാധിപതിയുമാണെന്നുണ്ടെങ്കിൽ മോദിയെ മറ്റേത് നാമങ്ങൾ കൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം എല്ലാവരുടെയും മുമ്പിലുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി ചെയ്തത് തെറ്റാണെങ്കിൽ മോദി ചെയ്തത് തെറ്റല്ലേ? മോദി ഇത്തരത്തിൽ പലവട്ടം കാശ്മീരിലും മണിപ്പൂരിലും അസമിലും സിക്കിമിലും നാഗാലാൻഡിലും എന്തിനേറെ ഇപ്പോൾ ഈ ഡൽഹിയിൽ പോലും ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ്
കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. മോദിക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോദിയുടെ ഇമേജിനെ ഗോട്ടം തട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പല കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുമ്പോൾ ആദ്യം പോയിട്ട് അവിടുത്തെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്ന രീതിയിലോട്ട് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു മനുഷ്യൻ്റെ, ഒരു ജനതയുടെ, ഒരു സിറ്റിസൻ്റെ മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ ഇല്ലാണ്ടാക്കുന്നു. അത് എവിടെയും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പം CJP ഭരണവുമായി ബന്ധപ്പെട്ട്, CJPയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവിടോട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം അടക്കമുള്ള പല കാര്യങ്ങളും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ സമരക്കാരോട് ഇത്തരത്തിൽ ബേഡ്ജ് ഇല്ലാത്ത, യൂണിഫോമിന് ടാഗ് നെയിം ഇല്ലാത്ത പല പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് അവിടെ. അവരോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ബറ്റാലിയനാണ്, ഏത് പോലീസിൻ്റെ കീഴിലാണെന്ന് വരുമ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് പോലീസാണ് എന്നുള്ളതാണ് പല പോലീസുമാർ അവിടുന്ന് പറഞ്ഞത്. അപ്പം ഇന്ത്യയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് പോലീസ് സിസ്റ്റം ഇന്ത്യയിൽ ആരംഭിച്ചു എന്നുള്ളത്. കാരണം ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ CRPF-ഉം RPF-ഉം അതുപോലെ തന്നെ പോലീസും ഡൽഹി പോലീസും തമ്മിൽ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് തന്നെയുണ്ട്. ആർമിയും നേവിയും ഒക്കെ ഒരുപാട് സാധനം നമുക്കുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് പോലീസ് എന്നുള്ള സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് വിധേനയും ഒരു ഏകാധിപത്യയുടെ എല്ലാ പ്രവണതയുമുള്ള ഒരു നേതാവ് തന്നെയാണ് നിലവിലെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും. അദ്ദേഹം മാത്രമല്ല, യോഗി ആദിത്യനാഥിൻ്റെ കാര്യം, ബുൾഡോസർ രാജുവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മളെല്ലാം കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഇത് പറഞ്ഞു വന്നത് രാജ്യം വീണ്ടും ഒരു ഏകാധിപത്യത്തിലേക്ക് മോദിയുടെ കാലത്തിൽ പോകുന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പല ആൾക്കാരും കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് മോദിയുടെ കാലത്ത് ഈ പറഞ്ഞ പോലെ അതിലും വലിയൊരു കാര്യത്തിലോട്ട് രാജ്യങ്ങൾ നീങ്ങുന്നു. ഒരു കാര്യത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനോ ഒരു കാര്യങ്ങൾക്കും പറ്റാത്ത രീതിയിൽ ഇൻ്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കുന്നു. അവിടുത്തെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റാരും അറിയണ്ട, അവിടെ തന്നെ ഒതുങ്ങണം. തനിക്കെതിരെ അല്ലെങ്കിൽ അത് സാധനം രാജ്യം മൊത്തം അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇമേജിന് അത് കോട്ടമാകും, ബാധിക്കും എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയാണ് മോദി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം മോദി ഇനി എന്താണ് പഠിക്കുക എന്നറിയില്ല. കാരണം 1975 ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി ചെയ്യുകയും പിന്നീട് 77 അതിദയനീയമായി തോറ്റതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. മോദിയോട് പറയാനുള്ളത്, ഇന്ദിരാഗാന്ധിയുടെ തോൽവി, ഏറ്റവും വലിയ തോൽവിക്ക് കാരണമായത് ഇത്തരത്തിലുള്ള ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോദി ചെയ്യുന്ന ഈ കാര്യങ്ങളും നാളെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കറങ്ങിത്തിരിഞ്ഞ് മോദിയിലോട്ട് തന്നെ എത്തും എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം മോദി ഗവൺമെൻറ്റിൻ്റെ ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ചർച്ചയ്ക്ക് തയ്യാറാകുമോ, ഇത്തരത്തിലുള്ള ഏകാധിപത്യ കാരണങ്ങളുമായി ഇനിയും മുമ്പോട്ട് പോകുമോ എന്നുള്ളത്.